1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഒരു കാഴ്ച കാണുവാനായി ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. എന്താ നാം കാണേണ്ട കാഴ്ച? നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തെ കാണുവാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തെ ഉറ്റുനോക്കുവാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പല കാര്യങ്ങൾ നമുക്ക് കാണുവാൻ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ, നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പലതും നമുക്ക് കാണാം. എന്നാൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് നാം കണ്ടുകൊണ്ടേയിരിക്കേണ്ട ഒരു കാഴ്ച, നാം ഉറ്റുനോക്കേണ്ടതായ ഒരു കാഴ്ച. അതെന്താണ്? ദൈവത്തിന് എന്നോട് ഉള്ള സ്നേഹം. ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത നാം അറിയണം. അത് നാം നമ്മുടെ ഒരു പരിജ്ഞാനമായി നാം കൊണ്ടു നടക്കണം. നാം അതിനെ കാണണം, നാം അതിനെ ധ്യാനിക്കണം. അത് നമ്മുടെ ചിന്തയായി മാറണം. യെരമ്യാവിൻ്റെ പുസ്തകം 31-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ സ്നേഹത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എൻ എവർ ലാസ്റ്റിംഗ് ലവ്, നിത്യമായ സ്നേഹം, ഒരിക്കലും മാറ്റമില്ലാത്ത ഇറ്റേണൽ ലവ്, എവർ ലാസ്റ്റിംഗ് ലവ്. ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിൻ്റെ പ്രത്യേകത നിത്യമായ സ്നേഹമാണ്. രണ്ടാമത്, അതൊരു നിബന്ധനകളില്ലാത്ത സ്നേഹമാണ്. ഇറ്റ്സ് എൻ അൺകണ്ടീഷണൽ ലവ്. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. അപ്പോൾ ഇത് നാം ബലഹീനരായിരിക്കുമ്പോൾ യേശു നമ്മെ സ്നേഹിച്ചു. രണ്ടാമത്, റോമർ 5-8 നാം ഇപ്രകാരം വായിക്കുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് നാം പാപികളായിരിക്കുമ്പോൾ. മൂന്നാമത്, റോമർ 5:10 നാം ഇപ്രകാരം വായിക്കുന്നു, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് 1 നാം ബലഹീനരായിരിക്കുമ്പോൾ, 2 നാം പാപികളായിരിക്കുമ്പോൾ, 3 നാം ശത്രുക്കളായിരിക്കുമ്പോൾ. അപ്പോൾ ഇതൊരു കണ്ടീഷനില്ലാത്ത സ്നേഹമാണ്, അത് നിബന്ധനകളില്ലാത്ത സ്നേഹമാണ്. മൂന്നാമത്, ഇത് മാറ്റമില്ലാത്ത സ്നേഹമാണ്, അതൊരു എവർലാസ്റ്റിംഗ് ലവ് ആണെന്ന് പറഞ്ഞു. 2, അത് കണ്ടീഷനില്ലാത്ത സ്നേഹമാണ്. മൂന്നാമത്, അൺചേഞ്ചിങ് ലവ്. റോമർ 8-ാം അധ്യായം 38-ഉം 39-ഉം വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഒന്നിനും കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയില്ല എന്ന് ഞാൻ അറിയുന്നു, ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ ഒരു സ്നേഹത്തെയാണ് നാം ഉറ്റുനോക്കേണ്ടത്, ഈ ഒരു സ്നേഹത്തെയാണ് നാം കാണേണ്ടത്. നാം ഇന്ന് എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? മറ്റുള്ളവർ നമ്മളോട് ചെയ്ത കുഴപ്പങ്ങളെയാണോ, അതോ നാം ഇന്ന് അനുഭവിക്കുന്ന പിരിമുറുക്കങ്ങളെയാണോ, അല്ലെങ്കിൽ നമ്മുടെ വിഷയങ്ങളെയാണോ, അതോ ദൈവത്തിന് എന്നോടുള്ള അൺകണ്ടീഷണൽ ലവ്, ദൈവത്തിന് എന്നോടുള്ള അൺചേഞ്ചിങ് ലവ്, ദൈവത്തിന് എന്നോടുള്ള എവർലാസ്റ്റിംഗ് ലവ്? ഇത് കാണുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് പലത് കാണാൻ ഉള്ള ഓപ്ഷനുണ്ട്. എന്നാൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്, ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവായ ദൈവം എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും സുപ്രീം എവിഡൻസ് എന്താണ്? ഇന്ന് നാം അനുഭവിക്കുന്ന സകല നന്മയും ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിൻ്റെ എവിഡൻസ് ആയിരിക്കുമ്പോൾ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദൈവസ്നേഹത്തിൻ്റെ എവിഡൻസ് യേശു ക്രിസ്തുവാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 32-ാം വാക്യത്തിൽ
സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കും. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവം ഏൽപ്പിച്ചു തന്നു എന്നുള്ളതാണ് ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള എവിഡൻസ്. ഈ ലോക ജീവിതത്തിൽ ഉള്ള നമ്മുടെ ജീവിതം ഈ ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രതികരണം ആണ്. ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ളൊരു വെളിപ്പാട് നമുക്ക് ലഭിച്ചാൽ, നമുക്കതിനെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനം ലഭിച്ചാൽ, നമുക്കതിനെക്കുറിച്ചുള്ള ഒരു അറിവ് ലഭിച്ചാൽ, പിന്നെ നാം ഇതിനോട് പ്രതികരിക്കും. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു അറിവ് എനിക്കുണ്ടാകുമ്പോൾ നാം ചെയ്യുന്ന എന്താ? നാം ഈ പിതാവായ ദൈവത്തെ, പുത്രനായ യേശു കർത്താവിനെ നാം സ്നേഹിക്കും. വി ലവ് ഇൻ റിട്ടേൺ. വി ലവ് ബിക്കോസ് ഹി ഫസ്റ്റ് ലവ്ഡ് അസ്. നമ്മുടെ ജീവിതം ഇതിനോടുള്ള ഒരു പ്രതികരണമാണ്. ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് എനിക്ക് ലഭിക്കുമ്പോൾ, അതിനെക്കുറിച്ചൊരു അറിവ് എനിക്ക് ലഭിക്കുമ്പോൾ, അതിനോടുള്ള പ്രതികരണമാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ദൈവസ്നേഹത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ്. ദൈവം എന്നെ സ്നേഹിച്ചു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? യേശുവിനെ എൻ്റെ ഹൃദയത്തിൻ്റെ കർത്താവും രക്ഷകനുമായി നാം റിസീവ് ചെയ്യണം. നാം മറ്റുള്ളവരോട് ചെയ്യുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് ചെയ്യുന്ന ശുശ്രൂഷ, അതും ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടിനോടുള്ള നമ്മുടെ പ്രതികരണമാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യത്തിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയ ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. എന്തുകൊണ്ട് നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം? എന്തുകൊണ്ട് തമ്മിൽ തമ്മിൽ ക്ഷമിക്കണം? കാരണം ദൈവം എന്നോട് ക്ഷമിച്ചു, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഇന്നും ഈ ദൈവം ഒരു നിബന്ധനയില്ലാതെ അൺകണ്ടീഷണലായിട്ട് എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ സർവീസ്, അത് ഈ കർത്താവിന് എന്നോടുള്ള സ്നേഹത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ്. എന്തുകൊണ്ട് നാം കർത്താവിൻ്റെ സാക്ഷികളായി ലോകത്തിൽ ജീവിക്കുന്നു? ബിക്കോസ് ഓഫ് ദ ലവ് ഹി ഹാസ് ഫോർ മീ. അവൻ എന്നെ സ്നേഹിച്ചു, എനിക്ക് വേണ്ടി ജീവൻ നൽകി. അതുകൊണ്ട് ഞാൻ യേശുവിൻ്റെ സാക്ഷിയായിരിക്കും. നാം എന്തുകൊണ്ട് ദൈവത്തിന് കൊടുക്കുന്നു? ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക്, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നാം നമ്മുടെ സമ്പത്ത് മാറ്റിവെച്ച് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു. അത് ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ്. നമ്മുടെ അനുസരണം ദൈവ സ്നേഹത്തോടുള്ള പ്രതികരണമാണ്. നമ്മൾ ശിക്ഷയെ ഭയന്നിട്ടല്ല നാം അനുസരിക്കുന്നത്. പിന്നെയോ, എനിക്ക് ദൈവം എന്നെ സ്നേഹിച്ചു, അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നാം അനുസരിക്കും. തന്നെ സ്നേഹിക്കുന്നവൻ തന്നെ അനുസരിക്കുന്നു എന്ന് യേശു കർത്താവ് പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതം ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ അതിനോടുള്ള പ്രതികരണമാണ്. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം, തമ്മിലുള്ള സ്നേഹം, ദൈവത്തിന് വേണ്ടി നാം കൊടുക്കുന്നത്, ദൈവത്തെ നാം അനുസരിക്കുന്നത്, ഇതെല്ലാം ദൈവത്തിന് എന്നോടുള്ള അൺകണ്ടീഷണൽ, അൺചേഞ്ചിങ്, എവർലാസ്റ്റിംഗ് ലവിനോടുള്ള ഒരു പ്രതികരണം ആകുന്നു.